ഹലോ. ഇ മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ മോർണിംഗ് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാണ്. അബുദാബിയിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ജേർണി. 4 hours ജേർണി ടൈം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ചെക്കിങ്ങിൻ്റെ ടൈം ആയിരുന്നില്ല. ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. റൂമിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാൻ പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ ലഞ്ച് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ പോയി. അപ്പോൾ അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കബാബ്സും അതുപോലെ തന്നെ ബ്രെഡ്സൊക്കെയാണ് ട്രൈ ചെയ്തത്. ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ഫയർ ടെമ്പിൾ കാണാനാണ്. ഇത് ബാക്കൂല വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ അട്രാക്ഷനാണ്. 1998 ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് മാറ്റിയിരുന്നു. അതുപോലെ തന്നെ പഴയ കാലത്ത് ഫയർ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു ടെമ്പിളാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്വാസ്ട്രിയൻസിൻ്റെയും ഹിന്ദുസിൻ്റെയും ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. ഗണപതിയുടെ പിക്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ബേണിംഗ് മൗണ്ടൻ അഥവാ യാനർ ദാഗ് എന്നറിയപ്പെടുന്ന പ്ലേസിലേക്കാണ്. അടുത്ത യാത്ര യാനർ ദാഗ് അഥവാ ബേണിംഗ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഇതും വൺ ഓഫ് ദ പോപ്പുലർ അട്രാക്ഷനാണ് ബാക്കൂല. ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാണ്. വർഷങ്ങളായിട്ട് നിർത്താതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല. അതിപ്പോൾ മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും ഈ തീ ഇവിടെ കെടാതെ ഇങ്ങനെ കത്തി നിൽക്കും. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഭൂമിക്കടിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാസ് റിസർവ് ആണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് സ്വാസ്ട്രിയൻസിൻ്റെ മെയിൻ വർഷിപ്പ് സെൻറ്റർ കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ അസർബൈജാൻ മെജോറിറ്റി ഒരു മുസ്ലിം കൺട്രിയാണ്. മൈനോറിറ്റി ആയിട്ട് സ്വാസ്ട്രിയൻസും ഉണ്ട്. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ചില റിച്വൽസൊക്കെ ഈ യാനർ ദാഗിൽ വന്നിട്ട് നടക്കാറുണ്ട്. രാത്രി ഞങ്ങൾ സിറ്റിയുടെ വ്യൂസും ലൈറ്റിങ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഫ്രീ വാക്കിംഗ് ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൂർ വഴി നമുക്ക് സിറ്റി അടുത്തറിയാനും അതുപോലെ തന്നെ സിറ്റിയിലെ മേജറായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പോയിന്റ്സ് ഒക്കെ കാണാനൊക്കെ ആയിട്ട് സാധിച്ചു. ഈ നൈറ്റ് ടൂറിൽ ഞങ്ങൾക്ക് സിറ്റിയിലെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള ഓൾഡ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ ഫൗണ്ടെയിൻ സ്ക്വയർ, പിന്നെ അസർബൈജാനിലെ ഐക്കണിക് ബിൽഡിങ്സ് ആയിട്ടുള്ള ഫ്ലെയിം ടവേഴ്സ് ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ അസർബൈജാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് മീനിങ്. സോ ഈ ഫ്ലെയിം ടവർ സിംബലൈസ് ചെയ്യുന്നത് അതാണ്. അതിനോടൊപ്പം തന്നെ ടർക്കിഷ് മോസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ടൂറിൻ്റെ കൂടെ ഫണ്ണിക്കുലർ റൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൈഡിലൂടെ നമ്മൾ കയറിയിട്ട് നമ്മൾ മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പനോരമിക് വ്യൂ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ. ഈ റൈഡ് ഭയങ്കര ചീപ്പായിരുന്നു. ഒരു മന്നത്തായിരുന്നു അതിൻ്റെ റേറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നിയർ ബൈ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി.
നൈറ്റ് ടൂറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് ഡബിൾ ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ്. ഡബിൾ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് ബാക്കുവിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. അപ്പോൾ അസർബൈജാനിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾഡ് ബാക്കു, ന്യൂ ബാക്കു എന്ന് പറഞ്ഞ 2 സിറ്റി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അവരുടെ പഴയ തരത്തിലുള്ള ബിൽഡിങ്സും ആർക്കിടെക്ചേഴ്സും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി.